गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रीभगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वाकवे ब्रवीद्। एवं परम्परा प्राप्तम् इमं राजर्षयो विदुः सकाले नेह महता योगो नष्टः परन्तप। स एवायं मया तेद्य योगप्रोक्तः पुरातनः भक्तोऽसि मे सखा चेति रहस्यं ह्येतदुत्तमम्। अर्जुन उवाच अपरं भवतो जन्म परं जन्म विवस्वतः कथमेतद्विजानीयाम् त्वमादौ प्रोक्तवानिति। श्रीभगवानुवाच बहूनि मे व्यतीतानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेत्थ परन्तप। अजोऽपि सन्नव्ययात्मा भूतानामीश्वरोऽपि सन् प्रकृतिं स्वामधिष्ठाय सम्भवाम्यात्ममायया। यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्। परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे। जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। वीतरागभयक्रोधाः मन्मया मामुपाश्रिताः बहवो ज्ञानतपसा पूता मद्भावमागताः। ये यथा मां प्रपद्यन्ते तांस्तथैव भजाम्यहम्। मम वर्त्मानुवर्तन्ते मनुष्या पार्थ सर्वशः काङ्क्षन्तः कर्मणां सिद्धिं यजन्त इह देवताः। क्षिप्रं हि मानुषे लोके सिद्धिर्भवति कर्मजा। चातुर्वर्ण्यं मया सृष्टं गुणकर्म विभागशः तस्य कर्तारमपि मां विद्यकर्तारमव्ययम्। न मां कर्माणि लिम्पन्ति न मे कर्मफले स्पृहा इति मां योऽभिजानाति कर्मभिर्न स बध्यते। एवं ज्ञात्वा कृतं कर्म पूर्वैरपि मुमुक्षुभिः कुरु कर्मैव तस्मात् त्वं पूर्वै पूर्वतरं कृतम्। किं कर्म किमकर्मेति कवयोऽप्यत्र मोहिताः तत्ते कर्म प्रवक्ष्यामि यद् ज्ञात्वा मोक्ष्यसे शुभात्। कर्मणो ह्यपि बोद्धव्यं च विकर्मणः अकर्मणश्च बोद्धव्यं
ഗഹനാ കർമ്മണോ ഗതിഃ കർമ്മണ്യകർമ്മ യഃ പശ്യേത് അകർമ്മണി ച കർമ്മ യഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്തഃ കൃത്സ്നകർമ്മകൃത്. സങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹുഃ പണ്ഡിതം ബുധാഃ ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ നിരാശീര്യത ചിത്താത്മാ ത്യക്തസർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ യജ്ഞായാചരതഃ കർമ്മ സമഗ്രം പ്രവിലീയത്തെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിനാ ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാൻ അന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷപിതകൽമഷാഃ യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ ഏവം ബഹുവിധാ യജ്ഞാ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധാഃ യജ്ഞാഃ വിതതാഃ. ഏവം ഇപ്രകാരം ബഹുവിധാഃ യജ്ഞാഃ ബഹുവിധങ്ങളായ യജ്ഞങ്ങൾ. ഉപലക്ഷണാർത്ഥത്തിൽ ചിലതിവിടെ പറഞ്ഞു, ഇത്ര മാത്രമേ ഉള്ളൂ യജ്ഞങ്ങളെന്ന് പറഞ്ഞുകൂടാ. വാസ്തവത്തിൽ യജ്ഞഭാവനയോടുകൂടി എന്ത് ചെയ്യുന്നോ അതൊക്കെയും യജ്ഞമായി പരിണമിക്കും. എന്തൊരു യജ്ഞമെന്ന് പേരിട്ട് വിളിച്ചാലും യജ്ഞഭാവന നമ്മിലില്ലെങ്കിൽ അത് യജ്ഞാണെന്ന് പറയാനും പറ്റില്ല. അപ്പം നമ്മുടെ ആന്തരികമായ ഭാവമാണ് ഒരു കർമ്മത്തെ യജ്ഞമാക്കി തീർക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവമേവാപരേ യജ്ഞം തുടങ്ങി ഇപ്പോൾ അവസാനം യജ്ഞക്ഷപിത കൽമഷാഹ എന്ന് പറഞ്ഞതുവരെ
ഏതേത് യജ്ഞങ്ങൾ വർണ്ണിക്കപ്പെട്ടോ അതിനെയും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നവയെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏവം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏവം ബഹുവിധാഃ യജ്ഞാഃ ബഹുപ്രകാരാഃ യജ്ഞാഃ അനേക പ്രകാരത്തിൽപ്പെട്ട യജ്ഞങ്ങൾ വിതതാഃ വിസ്തീർണാഃ വിസ്തൃതങ്ങളായിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. ധാരാളം യജ്ഞങ്ങളുണ്ട്. എവിടെ? ബ്രഹ്മണഃ മുഖേ ബ്രഹ്മത്തിൻ്റെ മുഖത്തിൽ നിന്ന്. അവിടെ മുഖത്തിൽ എന്ന് സപ്തമി പഞ്ചമി അർത്ഥത്തിൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം, ബ്രഹ്മം എന്നാൽ വേദം. അപ്പോൾ വേദമുഖത്തിൽ നിന്ന് ധാരാളം യജ്ഞങ്ങൾ വിസ്തീർണങ്ങളായിട്ടുണ്ട്. അവിടെ വേദം എന്നതിന് ബ്രഹ്മം എന്നതിന് ബ്രഹ്മാവെന്നർത്ഥം പറയാം. കൽപ്പാദിയിൽ സൃഷ്ടികൾ പ്രകടമായി അവർക്ക് വേണ്ടതായ വ്യവസ്ഥകളെ നിശ്ചയിക്കുന്നതായ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നെന്ന് വേണമെങ്കിൽ പറയാം. വേദത്തിൻ്റെ മുഖത്തിൽ എന്ന് പറയാം. വേദത്തിൽ നിന്നാണ് എല്ലാം എന്നതുകൊണ്ട്. ഇനി വേദം എന്നുള്ളതിന് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ 4 പിരിഞ്ഞ ഗ്രന്ഥരാശി മാത്രം അർത്ഥമാക്കാതെ വേദത്തിൻ്റെ വിപുലീകരണമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും പറയാം. അതിനെയൊക്കെ നമ്മൾ പ്രാമാണികങ്ങളായി മാനിക്കുന്നു. അഥവാ പ്രാമാണികങ്ങളായി മാനിക്കുന്ന സകല ശാസ്ത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേദശബ്ദം ഇവിടെ പറയാം. ഇപ്പോൾ ബ്രഹ്മണഃ വേദസ്യ മുഖേഭ്യഃ ബഹുവിധാഃ യജ്ഞാഃ വിതതാഃ വിസ്തീർണാഃ സന്തതാഃ വ്യാപിച്ചിരിക്കുന്നു. ഇത്രയുമാണ് ഈ കർമ്മസംബന്ധിയായി പറയുന്നത്, യജ്ഞസംബന്ധിയായി പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറയാണ്, താൻ സർവാൻ കർമ്മജാൻ വിദ്ധി. താൻ സർവാൻ കർമ്മജാൻ വിദ്ധി. അവയെ എല്ലാം കർമ്മജനിതങ്ങളാണെന്ന് നീ മനസ്സിലാക്കൂ. വിദ്ധി പറഞ്ഞാൽ നീ മനസ്സിലാക്കൂ. ഇവിടെയാണ് ഉപദേശത്തിൻ്റെ മർമ്മം കിടക്കുന്നത്. അവയെല്ലാം കർമ്മജനിതങ്ങളാണെന്ന് നീ മനസ്സിലാക്കൂ. അതുകൊണ്ട് അവയെ നിന്ദിക്കുകയല്ല ഭഗവാൻ ചെയ്യുന്നത്. പക്ഷേ ഈ യജ്ഞങ്ങളുടെ മുഴുവൻ പരിമിതിയെ വിളിച്ചോതുകയാണ്. അവയെല്ലാം കർമ്മജങ്ങളാണ്, കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നവയാണ്. കർമ്മങ്ങൾ നശ്വരമായതുകൊണ്ട്, അനിത്യങ്ങളായതുകൊണ്ട് ഇവയുടെ ഫലങ്ങളും അനിത്യങ്ങളായേ വരൂ. നാസ്തി അകൃതകൃതേന പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന എന്ന് ഉപനിഷത്ത് നമ്മളോട് പ്രഖ്യാപിക്കും. ലോകങ്ങളെ മുഴുവൻ പരീക്ഷിച്ചിട്ട്, എന്താ ലോകങ്ങളെന്ന് പറഞ്ഞ അർത്ഥം? ലോക്യത്തെ ദൃശ്യത്തെ ഇതി ലോകം. കാണപ്പെടുന്നത് ലോകം. കാണപ്പെടുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കപ്പെടുക. നമ്മുടെ അനുഭവ മണ്ഡലങ്ങൾ, നമ്മുടെ അനുഭവങ്ങളൊക്കെ കർമ്മഫല രൂപങ്ങളാണ്. കർമ്മത്തിൻ്റെ ഫലരൂപമായിട്ടാണ് നമുക്ക് അനുഭവം വരുന്നത്. അപ്പം നമ്മൾ അനുഭവിക്കുന്നതായ ലോകങ്ങളെ മുഴുവൻ, കർമ്മഫലാനുഭവങ്ങളെ മുഴുവൻ പരീക്ഷിച്ചിട്ട്, നല്ലപോലെ ഈക്ഷണം ചെയ്തിട്ട്, എല്ലാ പ്രകാരത്തിലും ഈക്ഷണം ചെയ്തിട്ട്, നോക്കിയിട്ട്, പഠിച്ചിട്ട്, ഗുണദോഷ വിചാരം ചെയ്തിട്ട്, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെ ഉൾക്കൊണ്ടിട്ട്, ബ്രാഹ്മണൻ സത്വഗുണപ്രധാനിയായ വേദജ്ഞനായ ആള് നിർവേദമായാത് വൈരാഗ്യത്തെ പ്രാപിക്കുന്നു. എന്താണ് വൈരാഗ്യത്തിൻ്റെ സ്വരൂപം? നാസ്തി അകൃതകൃതേന. ചെയ്തതിനെ കൊണ്ട് അകൃതമായത്, ചെയ്യപ്പെടാത്തത്, മോക്ഷം,
പരമമായ സ്വാതന്ത്ര്യം, പരമമായ സ്വരൂപസ്ഥിതി ന അസ്തി, പ്രാപിക്കില്ല. അപ്പം ഈ തിരിച്ചറിവിൽ നിന്ന് പിന്നെ അന്വേഷണമായി. എങ്ങനെയാണ് ആ പരമമായ സ്വരൂപസ്ഥിതി പ്രാപിക്കുന്നത്? എങ്ങനെയാണ് ആ പരമമായ സത്യബോധം നേടുന്നത്? അന്വേഷണമായി. ആ അന്വേഷണമാണ് അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നത്. തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. തദ്വിജ്ഞാനാർത്ഥം, അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവൻ ഗുരുനാഥനെ തന്നെ പ്രാപിക്കണം, ഗുരുവെ തന്നെ പ്രാപിക്കണം. എങ്ങനെ പ്രാപിക്കണം? സമിത്പാണി, സമിത്പാണിയായിട്ട്. അവിടെ സമിത്ത് ഹോമദ്രവ്യമാണ്, അഗ്നിയിൽ ഹോമിക്കപ്പെടാനുള്ളതാണ് സമിത്ത്. ഇപ്പോൾ ബാഹ്യമായിരിക്കുന്ന അർത്ഥം ഗുരുകുലത്തിലേക്ക് അഥവാ ഗുരുനാഥൻ്റെ വ്യവഹാരത്തിന് പ്രയോജനമാകുന്ന വസ്തുവെ സമർപ്പിച്ചിട്ടെന്ന് ബാഹ്യാർത്ഥം പറയാം. ആന്തരികാർത്ഥം എങ്ങനെയാണോ സമിധ അഗ്നിയിൽ ഭസ്മീകരിക്കപ്പെടുന്നത്, അതുപോലെ തൻ്റെ അഹങ്കാരത്തെ എല്ലാം ഭസ്മീകരിച്ചുകൊണ്ട്, ഭസ്മീകരിക്കാൻ തയ്യാറായിക്കൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് ഗുരുവെ പ്രാപിക്കണം. എങ്ങനെയുള്ള ഗുരുവെ പ്രാപിക്കണം? അതും പറഞ്ഞു, ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെ. വിധിപ്രകാരം അധ്യയനം ചെയ്തിട്ടുള്ളവൻ ശ്രോത്രിയൻ. അഭിന്നമായി ബ്രഹ്മത്തിൽ താൻ ഉപദേശിക്കുന്ന പരമസത്യത്തിൽ അഭിന്ന വൃത്തിയിൽ ചരിക്കുന്നവനാരോ വർത്തിക്കുന്നവനാരോ അവൻ ബ്രഹ്മനിഷ്ഠൻ. അങ്ങനെ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ആചാര്യനെ പ്രാപിക്കണം എന്ന് പറയും. ഇതാണ് അടുത്ത ഘട്ടം. അപ്പം ഇവിടെ താൻ സർവാൻ കർമ്മജാൻ വിദ്ധി, അവയെല്ലാം കർമ്മജനിതങ്ങളാണെന്ന് അറിയൂന്ന് പറയുമ്പോൾ അവ നിഷ്പ്രയോജനമാണെന്ന് അർത്ഥമില്ല. അവ ചിത്തശുദ്ധിയെ തരുന്നു, ഏകാഗ്രതയെ തരുന്നു, സൂക്ഷ്മ വിചാരക്ഷമതയെ തരുന്നു. സർവോപരി ഒരു വ്യക്തിത്വത്തിൻ്റെ അച്ചടക്കം എല്ലാം തരുന്നു. പക്ഷെ അതേ സമയത്ത് ഈ യജ്ഞങ്ങളെല്ലാം കർമ്മജങ്ങളാണ്, കർമ്മജനിതങ്ങളാണ്. അതുകൊണ്ട് അവൻ അശ്വരങ്ങളാണ്. അനശ്വരമായ ഫലത്തിലേക്ക് അല്ലെങ്കിൽ പദവിയിലേക്ക് ഉയർത്താൻ അവ ശക്തങ്ങളല്ല എന്ന് പറയുക. ഏവം ജ്ഞാത്വാ, ഇപ്രകാരം മനസ്സിലാക്കിയാൽ, അഥവാ ഇപ്രകാരം മനസ്സിലാക്കിയിട്ട് വിമോക്ഷ്യസേ, നീ മുക്തനായി ഭവിക്കുന്നു. ഇപ്രകാരം മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ട് അതിനപ്പുറത്തേക്ക് ഉയരും. അതുകൊണ്ടാണ് ഇപ്രകാരം മനസ്സിലാക്കിയാൽ എന്ന് പറഞ്ഞത്. കാരണം മനസ്സിലാക്കിയാൽ അതിൽ നിന്നുള്ള നടപടി ഉണ്ടാവും. ഇപ്പൊ തദ്വിദ്ധി എന്ന് പിന്നെ പറയാൻ പോകുന്നുണ്ട്. തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് എന്ന് നമ്മൾ പറഞ്ഞു. നോക്കൂ, ഏവം യഥോക്താഃ ബഹുവിധാഃ ബഹുപ്രകാരാഃ യജ്ഞാഃ വിതതാഃ വിസ്തീർണാഃ ബ്രഹ്മണഃ വേദസ്യ മുഖേ ദ്വാരേ, വേദദ്വാരേണ അവഗമ്യമാനാഃ ബ്രഹ്മണഃ മുഖേ വിതത ഉച്യന്തെ. തത് യഥാ വാചിഃ പ്രാണം ജുഹുമ ഇത്യാദയഃ. കർമ്മജൻ കായിക വാചിക മാനസിക കർമ്മോദ്ഭവാൻ, മാനസ കർമ്മോദ്ഭവാൻ വിദ്ധി താൻ സർവാൻ അനാത്മജാൻ നിർവ്യാപാരോ ഹി ആത്മാ. അത ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ അശുഭാത്. ന മദ്വ്യാപാരാഃ ഇമേ നിർവ്യാപാരോഹം ഉദാസീന ഇത്യേവം ജ്ഞാത്വാ അസ്മാത് സമ്യക് ദർശനാത് മോക്ഷ്യസേ സംസാരബന്ധനാത് ഇത്യർത്ഥഃ. ഏവം യഥോക്താഃ ബഹുവിധാഃ ബഹുപ്രകാരാഃ യജ്ഞാഃ വിതതാ വിസ്തീർണാ ബ്രഹ്മണഃ വേദസ്യ മുഖേ ദ്വാരേ, വേദദ്വാരേണ
അവഗമ്യമാനാः ബ്രഹ്മണഃ മുഖേ വിതതാः ഉച്യന്തെ തത് യഥാ വാചിഃ പ്രാണം ജുഹുമ ഇത്യാദയഃ. കർമ്മജാൻ കായിക വാചിക മാനസ കർമ്മോദ്ഭവാൻ വിദ്ധി താൻ സർവാൻ അനാത്മജാൻ നിർവ്യാപാരോ ഹി ആത്മാ അത ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ അശുഭാത് ന മദ്വ്യാപാരാഃ ഇമേ നിർവ്യാപാരഃ അഹം ഉദാസീനഃ ഇത്യേവം ജ്ഞാത്വാ അസ്മാദ് സമ്യക് ദർശനാത് മോക്ഷ്യസേ സംസാരബന്ധനാത് ഇത്യർത്ഥഃ. അപ്പോൾ ഇപ്രകാരം ബഹുപ്രകാരങ്ങളായ എന്ന് പറഞ്ഞാൽ ദൈവമേവാപരേ യജ്ഞം തുടങ്ങി ഈ ഏതൊക്കെ യജ്ഞങ്ങൾ ഇവിടെ വർണ്ണിക്കപ്പെട്ടുവോ അവയും ഉപലക്ഷണാർത്ഥത്തിൽ അവയെ എടുത്ത് അതുപോലെ മറ്റെന്തൊക്കെ യജ്ഞങ്ങൾ ശാസ്ത്രങ്ങളിൽ വിഹിതങ്ങളാണോ അതൊക്കെയും അർത്ഥമാക്കും. ഇവിടെ ശാസ്ത്രങ്ങളിലെന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ലിഖിതമെന്ന രീതിയിൽ, എഴുതപ്പെട്ടതെന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ശാസ്ത്രങ്ങൾ അതുപോലെ തന്നെ പ്രധാനങ്ങളാണ് ഉപദേശ പരമ്പരയായി ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഉപദേശങ്ങൾ. അതും പ്രധാനമാണ്. പല ഉപാസനാക്രമങ്ങളും അഥവാ രീതികളും ഇപ്രകാരം ഉപദേശം വഴിക്ക് വന്നവയാണ്, ഔപദേശികങ്ങൾ. അത് മനസ്സിലാക്കണം. എല്ലാം ഒന്നും ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കില്ല. അവയെയും നമ്മൾ പ്രാമാണികങ്ങളായി മാനിക്കുന്നു. അവിടെ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്, ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കാരണം വേദാനുസാരി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. വേദോക്തം എന്ന് പറയരുത്. വേദോക്തം എന്ന് പറഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ വളരെ വിപുലമായ തന്ത്രമന്ത്ര ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, വളരെ വിപുലങ്ങളായ തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം. അതിലേറെയും ഔപദേശികങ്ങളാണ്, രഹസ്യമായ ഉപദേശം വഴി പോരുന്നവയാണ്. അതൊക്കെ സ്വീകാര്യങ്ങളാണ്. അപ്പം ഇത്രയേ അവിടെ പരിഗണനയുള്ളൂ. വേദവിരുദ്ധമായത് സ്വീകരിക്കാൻ പറ്റില്ല. അത് സൂക്ഷ്മ വിചാരത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാനും കഴിയൂ. ഇത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, സൂചിപ്പിച്ചു. അപ്പോൾ വിത്തതാഃ വിസ്തീർണാഃ ബ്രഹ്മണഃ വേദസ്യ മുഖേ ദ്വാരേ വേദദ്വാരേണ അവഗമ്യമാനാഃ ബ്രഹ്മണഃ മുഖേ വിത്തതാഃ ഉച്യന്തെ. വേദദ്വാരേണ അവഗമ്യമാനാഃ, വേദം വഴിക്ക് വേദോപദേശത്തിലൂടെ മനസ്സിലാക്കപ്പെടുന്നവയെ വേദത്തിൻ്റെ മുഖത്തിൽ വിതതങ്ങളാണെന്ന് പറയുന്നു. ലളിതമാണ്. വേദം വഴിക്ക് മനസ്സിലാക്കപ്പെടുന്നവയെയാണ് വേദത്തിൻ്റെ മുഖത്തിൽ വിതതങ്ങൾ, വിസ്തീർണങ്ങൾ എന്നിവിടെ പറഞ്ഞത്. യഥാ, അതെങ്ങനെയെന്നാൽ വാചിഃ പ്രാണം ജുഹുമ ഇത്യാദയഃ. വാക്കിൽ പ്രാണനെ ഹോമിക്കൂ, വാക്കിൽ പ്രാണനെ ഹോമിക്കുന്നു. അപ്പോൾ പ്രാണൻ്റെ മറ്റ് വ്യാപാരങ്ങളെ എല്ലാം വാക്കിൽ ഹോമിക്കുന്നു. വാക്കിനെയോ മനസ്സിൽ ഹോമിക്കുന്നു. മനസ്സിനെ ബുദ്ധിയിൽ ഹോമിക്കുന്നു. ബുദ്ധിയെ തന്നിൽ ഹോമിക്കുന്നു. അപ്പം പ്രാണങ്ങളെന്ന് അവിടെ പറയുമ്പോൾ ബാഹ്യമായിരിക്കുന്ന സകല വ്യാപാരങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാണനെ വാക്കിൽ ഹോമിച്ചു, വാക്കിനെ മനസ്സിൽ ഹോമിച്ചു, മനസ്സിനെ ബുദ്ധിയിൽ ഹോമിച്ചു, ബുദ്ധിയെ തന്നിൽ ഹോമിച്ചു. ഇങ്ങനെ വേദം പറയുന്നു. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ, ഒരു ഉദാഹരണം, അപ്പം മനസ്സിൽ തോന്നിയൊരു മന്ത്രം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് മറ്റൊരു വിശേഷം കൽപ്പിക്കേണ്ട ആവശ്യമില്ല.
അവയെല്ലാം കർമ്മജാൻ കായിക വാചിക മാനസ കർമ്മോദ്ഭവാൻ വിദ്ധി താൻ സർവാൻ. ഈ യജ്ഞങ്ങളൊക്കെ കർമ്മജങ്ങളാണ്, കായിക വാചിക മാനസ കർമ്മോദ്ഭവങ്ങളാണ്. ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട് ചെയ്യപ്പെടുന്നവയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ അവ പരിമിതങ്ങളാണ്. അനാത്മജാൻ, ആത്മജമല്ല, ആത്മയാഥാത്മ്യമല്ല അവ, ആത്മസ്വാഭാവ്യമല്ല ഈ കർമ്മങ്ങളൊന്നും. ആത്മസ്വാഭാവ്യം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വഭാവത്തിനനുസൃതമല്ല. കാരണം നിർവ്യാപാരോ ഹി ആത്മാവ് നിർവ്യാപാരമാണ്. ഒരു വ്യാപാരവും ഒരു കർമ്മവും ചെയ്യുന്നില്ല. അതാണ് നിർവ്യാപാരോ ഹി ആത്മാ. ഇതൊക്കെ അനാത്മജങ്ങളാണ്. അനാത്മജങ്ങളാണെന്നുള്ളത് കൊണ്ട് അവ ചെയ്യേണ്ടെന്നർത്ഥമില്ല. അവയിലൂടെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും ഒക്കെ സമാർജിക്കേണ്ടതാണ്. ഈ വിഷയം നിർണയിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരും. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തൂപലബ്ധയേ എന്ന് നിർണയവാക്യമാണ്. അന്ധഃകരണത്തിൻ്റെ ശുദ്ധിക്കായിക്കൊണ്ടാണ് കർമ്മങ്ങൾ. നതു വസ്തൂപലബ്ധയേ, അല്ലാതെ വസ്തൂപലബ്ധിക്കായിക്കൊണ്ടല്ല. വസ്തുസിദ്ധിർ വിചാരേണ, വസ്തുസിദ്ധി വിചാരം കൊണ്ടാണ് ലഭിക്കുന്നത്. കിഞ്ചിത് കർമ്മകോടി, അല്ലാതെ കർമ്മകോടികളെ കൊണ്ടല്ല വസ്തുസിദ്ധി എന്ന് വ്യക്തമായി നിർണയിച്ചു പറഞ്ഞു തരും. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കർമ്മജങ്ങളായതുകൊണ്ട് ഇവ വേണ്ടെന്നല്ല. ഇതെല്ലാം, എല്ലാ യജ്ഞങ്ങളും ചിത്തശുദ്ധിക്ക് ഉള്ളതാണ്, ഏകാഗ്രത സമ്പാദനത്തിനുള്ളതാണ്. അവയിലൂടെ മാത്രമേ സൂക്ഷ്മ വിചാരക്ഷമത കിട്ടൂ. ആ വിചാരത്തിലൂടെയാണ് ബോധം പ്രകടമാകുന്നത്. ഇങ്ങനെ ക്രമമായി മനസ്സിലാക്കണം. അतः ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ അശുഭാത്. പ്രകാരം മനസ്സിലാക്കിയാൽ അശുഭത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് മുക്തനാകും. ന മദ്വ്യാപാരാഹ ഇമേ, ഇതൊന്നും എൻ്റെ വ്യാപാരങ്ങളല്ല. നിർവ്യാപാരോ ഹ്യഹം, ഞാൻ നിർവ്യാപാരനാണ്, വ്യാപാരങ്ങളില്ലാത്തവനാണ്. ഉദാസീന, ഉദാസീനനാണ്. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഉദാസീനൻ ഉയർന്നിരിക്കുന്നവനാണ്. എന്തെങ്കിലും രണ്ട് വിഷയങ്ങളുണ്ടെങ്കിൽ, രണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, രണ്ട് വിരുദ്ധ അഭിപ്രായമുണ്ടെങ്കിൽ രണ്ടിൽ നിന്നും ഉയർന്നിരിക്കുന്നവനാരോ, രണ്ടിനാലും ബാധിക്കപ്പെടാത്തവനാരോ അവനാണ് ഉദാസീനൻ. ന കസ്യചിദപി പക്ഷം ഭജതേ, ആരുടെയും പക്ഷം ഭജിക്കാത്തവനാണ്. അപ്പം ഇതേപോലെ ഈ കർമ്മങ്ങളിൽ നിന്ന് മുഴുവൻ, യജ്ഞങ്ങളിൽ നിന്ന് മുഴുവൻ ഉയർന്നിരിക്കുന്നവനാണ് ഞാൻ. എൻ്റെ സ്വരൂപം അതാണ്. ഇത്യവം ജ്ഞാത്വാ സമ്യക് ദർശനാത് മോക്ഷ്യസേ സംസാരബന്ധനാത്. ഈ സമ്യക് ദർശനത്തിൽ നിന്ന് സംസാരബന്ധനത്തിൽ നിന്ന് മുക്തനാവുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ അനേക യജ്ഞങ്ങളെ പറഞ്ഞു. ഈ യജ്ഞങ്ങൾ മുഴുവൻ കർമ്മജങ്ങളാണെന്ന് പറഞ്ഞു. ആ തിരിച്ചറിവ് അതിനപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് നയിക്കാൻ വേണ്ടി പറയുകയാണ്. നോക്കൂ, ബ്രഹ്മാർപ്പണം ഇത്യാദി ശ്ലോകേന സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദിതം. യജ്ഞാഃ ച അനേകേ ഉപദിഷ്ടാഃ തൈഃ സിദ്ധപുരുഷാർത്ഥപ്രയോജനൈഃ ജ്ഞാനം സ്തൂയതേ. ബ്രഹ്മാർപ്പണം ഇത്യാദി ശ്ലോകേന സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദിതം. യജ്ഞാഃ ച അനേകേ ഉപദിഷ്ടാഃ തൈഃ സിദ്ധപുരുഷാർത്ഥപ്രയോജനൈഃ ജ്ഞാനം സ്തൂയത്തെ. കഥം? അപ്പോൾ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം എന്ന് തുടങ്ങുന്ന ശ്ലോകം മുതൽ, അല്ലെങ്കിൽ ആ ശ്ലോകത്തിൽ ഇത്യാദി ശ്ലോകേന, ആ ശ്ലോകം കൊണ്ട്
സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദിതം. സമ്യക് ദർശനം യജ്ഞമാണ് എന്ന് വെച്ചാൽ ആ ഒരു സമ്യക് ദർശനത്തിലേക്ക് ഉയർന്ന ആള് പിന്നെ പ്രത്യേകിച്ച് ഒരു യജ്ഞവും ചെയ്യുന്നില്ല. ഒരു യജ്ഞവും ചെയ്യുന്നില്ല. അയാൾക്കൊരു യജ്ഞവും ചെയ്യേണ്ടതില്ല. അഥവാ അയാളുടെ കേവലമായ ഇരിപ്പ് പോലും യജ്ഞമാണ്. അയാളുടെ കേവലമായ ഇരിപ്പ് പോലും യജ്ഞമാണ്. ശ്വാസോച്ഛ്വാസം പോലും യജ്ഞമാണ്. ഭിന്നമായിട്ട് യജ്ഞം ചെയ്യേണ്ടതില്ല. അവിടെ യജ്ഞസ്വരൂപനായി തീരുകയാണ്. യജ്ഞസ്വരൂപതയെ പ്രാപിക്കുകയാണ്. യജ്ഞസ്വരൂപതയെ പ്രാപിക്കുക. യജ്ഞസ്വരൂപതയെ പ്രാപിച്ചാൽ പിന്നെ യജ്ഞം ചെയ്യേണ്ടതില്ല. സകല യജ്ഞങ്ങൾക്കും ഉപരിയായി. ഇതാണ് താത്പര്യം. അപ്പോൾ യജ്ഞത്വം സമ്പാദിതം. യജ്ഞാഹ ച അനേകേ ഉപദിഷ്ടാഹ. യജ്ഞങ്ങൾ അനേകം പറഞ്ഞു അല്ലേ? ദൈവമേവാപരേ യജ്ഞം തുടങ്ങി ഇങ്ങോട്ട് പല യജ്ഞങ്ങളെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഉപലക്ഷണാർത്ഥത്തിലാണ്. അത്രയേ ഉള്ളൂ യജ്ഞം എന്ന് വിചാരിക്കരുത്. മറ്റനേകം യജ്ഞങ്ങളുണ്ടാവാം. യജ്ഞഭാവനയിൽ നമ്മൾ എന്തിനെ കാണുന്നു അതൊക്കെ യജ്ഞമായി പരിണമിക്കും. ഏവയെക്കൊണ്ട് യജ്ഞങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ളവയാണ് യജ്ഞങ്ങൾ? സിദ്ധപുരുഷാർത്ഥ പ്രയോജനൈഹി. സിദ്ധപുരുഷാർത്ഥ പ്രയോജനങ്ങളാണ് യജ്ഞങ്ങൾ. പുരുഷാർത്ഥത്തെ സിദ്ധമാക്കുന്നതിനുള്ള ഉപാധികളാണ് യജ്ഞങ്ങൾ. പുരുഷാർത്ഥം പുരുഷന് പ്രാപിക്കാനുള്ളത്. പരമപുരുഷാർത്ഥം മോക്ഷം. ധർമാധിഷ്ഠിതമായി പുരുഷാർത്ഥങ്ങൾ നിലകൊള്ളുന്നു. ധർമാധിഷ്ഠിതമായിട്ട് പുരുഷാർത്ഥങ്ങൾ നിലകൊള്ളുന്നു. ധർമ്മ അർത്ഥ കാമ. പരമപുരുഷാർത്ഥം മോക്ഷവും. ഈ പുരുഷാർത്ഥങ്ങളെ നേടിത്തരുന്നവയാണ് യജ്ഞങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരമപുരുഷാർത്ഥം വരെ നമ്മളെ നയിക്കുന്നവയാണ് യജ്ഞങ്ങൾ. അങ്ങനെയുള്ളവയെ കൊണ്ട് വാസ്തവത്തിൽ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? അത് മനസ്സിലായില്ലല്ലോ. യജ്ഞത്തെ വർണ്ണിച്ചാൽ എങ്ങനെയാണ് ജ്ഞാനം സ്തുതിക്കപ്പെടുന്നേ? യജ്ഞത്തെ വർണ്ണിച്ചാൽ യജ്ഞമല്ലേ സ്തുതിക്കപ്പെടുന്നേ? എന്ന ഭാഷ്യകാരൻ പറയുന്നു, ഈ യജ്ഞങ്ങളെ കൊണ്ട് ജ്ഞാനത്തെ സ്തുതിക്കുന്നു, ജ്ഞാനം സ്തുതിക്കപ്പെടുന്നു. അതെങ്ങനെയാണത്? കഥം? എങ്ങനെയാണ്? ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. ഹേ പരന്തപ, അല്ലയോ പരന്തപ, പരമായതിനെ അജ്ഞാനത്തെ തീർത്തും തപിപ്പിക്കാൻ ശക്തിയുള്ളവനെ. നിനക്ക് അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിച്ച് തത്വവിജ്ഞാനത്തിലേക്ക് ഉയരാനുള്ള അധികാരമുണ്ട് എന്ന് കാണിക്കുന്നു. പരന്തപ. ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞഃ ശ്രേയാൻ. ദ്രവ്യമയമായിരിക്കുന്ന യജ്ഞത്തേക്കാൾ ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാണ്. ശ്രേയാൻ, ശ്രേയസ്കരമാണ്. അപ്പം ദ്രവ്യയജ്ഞങ്ങൾ വേണ്ടെന്നല്ല. ശ്രേയസ്കരമായതിലേക്ക് എത്തണമെങ്കിൽ മാർഗത്തിലൂടെ തന്നെ എത്താൻ പറ്റും. എന്നാൽ എല്ലാ ദ്രവ്യയജ്ഞങ്ങളെക്കാളും, ദൈവമേവാപരേ യജ്ഞം എന്ന് പറയപ്പെട്ട എല്ലാ ദ്രവ്യയജ്ഞങ്ങളെക്കാളും ശ്രേയസ്കരമാണ് ജ്ഞാനം എന്ന് നീ മനസ്സിലാക്കൂ. ഈ ജ്ഞാനമഹിമയാണ് മനസ്സിലാക്കേണ്ടത്.
എന്ന് മാത്രമല്ല, ഹേ പാർത്ഥ, അല്ലയോ അർജുന, പൃഥയുടെ മകനെ, നീ ശ്രദ്ധിക്കൂ. സർവം കർമ്മ, അഖിലം കർമ്മ, അഖിലമായിട്ട് എല്ലാ കർമ്മങ്ങളും, എല്ലാ എന്ന് പറയുമ്പോൾ, സർവം എന്ന് പറയുമ്പോൾ വിവിധങ്ങളായവയെ അർത്ഥമാക്കുന്നു. അഖിലം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് അർത്ഥമാക്കുന്നു. രണ്ടും വ്യത്യാസം. ഒന്ന് അഖിലം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം പൂർണ്ണമായിട്ടുള്ളതിനെ അഖിലം എന്ന് പറയാം. കാരണം ഖിലം എന്ന് പറഞ്ഞാൽ ബാക്കി വയ്ക്കുന്നതാണ്, ശേഷിക്കുന്നതാണ് ഖിലം. അപ്പം ശേഷമില്ലാത്തത് അശേഷമായിട്ടാണ് അഖിലം. അങ്ങനെ അഖിലമായ കർമ്മമെല്ലാം, കർമ്മങ്ങൾ പലതുണ്ട്, അനേകായിരം പ്രകാരമുണ്ട്, എല്ലാം പൂർണ്ണമാക്കണം. അങ്ങനെ പൂർണ്ണമാക്കപ്പെടുന്ന സകല കർമ്മങ്ങളും ഹേ പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ, ജ്ഞാനത്തിൽ ചെന്ന് പരിസമാപിക്കുന്നു. ഒന്ന്, കർമ്മങ്ങൾ ചിത്തശുദ്ധിദ്വാര ജ്ഞാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അഥവാ കർമ്മങ്ങൾ ആ കർമ്മങ്ങളെ തന്നെ അതിക്രമിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ജ്ഞാനവിചാരത്തിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. കർമ്മജ്ഞാൻ വിദ്ധി താൻ സർവാൻ എന്നുള്ളതായ ബോധം നിശ്ചയമായും തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭിഗച്ഛേത് എന്നുള്ളതിലേക്ക് നമ്മളെ എത്തിക്കും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ അഖിലവും ഹേ പാർത്ഥ ജ്ഞാനത്തിലാണ് പരിസമാപിക്കുന്നത്. കുശലതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ഈ യജ്ഞങ്ങളെ നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അവ ജ്ഞാനത്തിൽ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. ഇതാണ് ഉപദേശിക്കുന്നത്. നോക്കൂ, ശ്രേയാൻ ദ്രവ്യമയാത് ദ്രവ്യസാധന സാധ്യാത് യജ്ഞാത് ജ്ഞാനയജ്ഞ ഹേ പരന്തപ. ദ്രവ്യമയോ ഹി യജ്ഞ ഫലസ്യ ആരംഭകഃ ജ്ഞാനയജ്ഞഃ ന ഫലാരംഭകഃ അതഃ ശ്രേയാൻ പ്രശസ്യതരഃ. കഥം? യതഃ സർവം കർമ്മ സമസ്തം അഖിലം അപ്രതിബദ്ധം പാർത്ഥ ജ്ഞാനേ മോക്ഷസാധനെ സർവദാ സംപ്ലുതോദകസ്ഥാനീയേ പരിസമാപ്യതേ അന്തർഭവതീത്യർത്ഥഃ. യഥാ കൃതായ വിജിതായ ആധരേയാഃ സംയന്തി ഏവമേനം സർവം തദഭിസമേതി യത്കിഞ്ച പ്രജാ സാധു കുർവന്തി യസ്തദ്വേദ യത്സ വേദ ഇതി ശ്രുതേഃ. ശ്രേയാൻ ദ്രവ്യമയാത് ദ്രവ്യസാധന സാധ്യാത് യജ്ഞാത് ജ്ഞാനയജ്ഞഃ ഹേ പരന്തപ. ദ്രവ്യമയോ ഹി യജ്ഞഃ ഫലസ്യ ആരംഭകഃ ജ്ഞാനയജ്ഞഃ ന ഫലാരംഭകഃ അതഃ ശ്രേയാൻ പ്രശസ്യതരഃ. കഥം? യതഃ സർവം കർമ്മ സമസ്തം അഖിലം അപ്രതിബദ്ധം പാർത്ഥ ജ്ഞാനേ മോക്ഷസാധനെ സർവതഃ സംപ്ലുതോദകസ്ഥാനീയേ പരിസമാപ്യത്തെ അന്തർഭവതി ഇത്യർത്ഥഃ. യഥാ കൃതായ വിചിതായാധരേയാഃ സംയന്തി ഏവമേനം സർവം തദഭിസമേതി യത്കിഞ്ച പ്രജാ സാധു കുർവന്തി യസ്തദ്വേദ യത്സ വേദ ഇതി ശ്രുതേഃ. അപ്പം പറയാണ്, ദ്രവ്യമയമായിരിക്കുന്ന യജ്ഞത്തേക്കാൾ ശ്രേയസ്കരമാണ് ജ്ഞാനം. അപ്പം ദ്രവ്യമയമായിരിക്കുന്ന ഏകവചനത്തിൽ പറഞ്ഞാൽ അതിനെ ബഹുവചനത്തിൽ മനസ്സിലാക്കണം.
കാരണം ദ്രവ്യമയങ്ങളായ യജ്ഞങ്ങൾ അനേകമുണ്ട്, പല പ്രകാരത്തിലുണ്ട്. ബഹുവിധ യജ്ഞ. അപ്പോൾ ബഹുവിധങ്ങളായ ഈ യജ്ഞങ്ങൾ, ഇവയേക്കാളെല്ലാം ശ്രേയസ്കരമാണ് ജ്ഞാനം. എന്ന് വെച്ചാൽ അവയെ നിന്ദിക്കുകയല്ല ചെയ്യണത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രമികമായ സാധനാഗതിയിൽ ഉത്കൃഷ്ടതമമായ പദത്തെ കാണിക്കുകയാണ് ജ്ഞാനശബ്ദത്താൽ. അത്രയേ ഉള്ളൂ. നമ്മൾ കടന്നു വന്ന വഴിയിൽ സാധനാമാർഗത്തിൽ ഒരു ഘട്ടം പോലും നികൃഷ്ടമോ തള്ളിക്കളയേണ്ടതോ അല്ല. അവയെല്ലാമാണ് ക്രമമായി നമ്മെ കൂടുതൽ കൂടുതൽ ഉയർന്ന സൂക്ഷ്മ മേഖലകളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ദ്രവ്യമയോ ഹി യജ്ഞ ഫലസ്യ ആരംഭക. ദ്രവ്യമയമായ യജ്ഞം ഫലത്തെ ഉണ്ടാക്കുന്നു. എന്താണ് ഫലം? അതത് സകാമമായിരിക്കുന്നതിൽ അതത് ആഗ്രഹങ്ങൾ, നിഷ്കാമമായിരിക്കുന്നതിൽ ചിത്തശുദ്ധി തുടങ്ങി വ്യത്യസ്തങ്ങളായ ഫലങ്ങളെ ആരംഭിക്കുന്നു. പുണ്യം, അതാണ് പ്രധാനം. ധർമാനുഷ്ഠാനം കൊണ്ടുള്ള പുണ്യം. അങ്ങനെ പുണ്യം വന്നാലോ സുഖം, ജ്ഞാനം തുടങ്ങിയവ അതൊക്കെ കെട്ടുന്നത് തന്നെയാണ്. അതൊക്കെ നമ്മളെ കെട്ടിയിടുന്നതാണ്. ഏറ്റവും വലിയ കെട്ടുപാടുകൾ സുഖം തന്നെയാണ്. ഈ സുഖം, അറിവ് തുടങ്ങിയവയാണ്. സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന എന്ന് സത്വത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതിവിടെയും സ്വീകാര്യമാണ്. എന്നാൽ ജ്ഞാനയജ്ഞം ഫലാരംഭകമല്ല. അത് പുണ്യത്തെയോ പാപത്തെയോ ഉണ്ടാക്കുന്നതല്ല. മറിച്ച് നമ്മൾ തന്നെ നേരത്തെ പഠിച്ചു, ജ്ഞാനാഗ്നി ദഗ്ധകർമാണം എന്നൊരു പദം. ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയാൾ. അതിൻ്റെ വിചാരത്തിൽ നമ്മളെ സഹായിക്കുന്ന വാക്യം ഗീത തന്നെ പറയുന്നുണ്ട്. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഹേ അർജുന, എപ്രകാരമാണോ നല്ലപോലെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി വിറകുകളെ വെണ്ണീറാക്കുന്നത്, യഥാ ഏന പ്രകാരേണ, ഏധാംസി വിറകുകളെ, സമിദ്ധ അഗ്നി നല്ലപോലെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നി, ഭസ്മസാത് കുരുതേ ഭസ്മീകരിക്കുന്നു. അതുപോലെ ജ്ഞാനാഗ്നി, ജ്ഞാനമാകുന്ന അഗ്നി സർവകർമാണി സർവകർമ്മങ്ങളെയും ഭസ്മസാത് കുരുതേ ഭസ്മീകരിക്കുന്നു. എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കുകയാണ്. പുണ്യം, പാപം, ധർമ്മം, അധർമ്മം, ശുഭം, അശുഭം എല്ലാത്തിനെയും ഭസ്മീകരിക്കുന്നു ജ്ഞാനമാകുന്ന അഗ്നി. അതുകൊണ്ട് ജ്ഞാനം ന ഫലാരംഭക അതഃ ശ്രേയാൻ. അതുകൊണ്ട് ബന്ധകാരിയല്ല, സകല ബന്ധങ്ങളിൽ നിന്നും മുക്തി കൈവരിപ്പിക്കുന്നു എന്നതുകൊണ്ട് ശ്രേയാൻ, ശ്രേയസ്കരമാണ്, പ്രശസ്യതരഃ. യതഃ സർവം കർമ്മ സമസ്തം അഖിലം അപ്രതിബദ്ധം. എങ്ങനെയെന്നാൽ എല്ലാ കർമ്മങ്ങളും ഈ പറഞ്ഞ എല്ലാ യജ്ഞങ്ങളും ഒരു പ്രതിബന്ധവുമില്ലാതെ പൂർണ്ണമായിട്ട്, ഹേ പാർത്ഥ, അല്ലേ അർജുന, ജ്ഞാനേ പരിസമാപ്യതേ, ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു. ഇത്രയേ ഉള്ളൂ എന്നുള്ള ബോധം ജ്ഞാനവിചാരത്തിലേക്ക് എത്തിക്കുന്നു. അഥവാ അതിൻ്റെ പുണ്യത്തിലൂടെ നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ വിലയിരുത്തി ഉയരുന്നു. ആ കർമ്മങ്ങളിലൂടെ ചിത്തശുദ്ധിയെ നേടി ഉയരുന്നു. ഇങ്ങനെ പല രീതിയിൽ പറയാം. ജ്ഞാനേ മോക്ഷസാധനേ, ജ്ഞാനേ എന്നുള്ളതിനവിടെ മോക്ഷസാധനേ, മോക്ഷസാധനമായ ജ്ഞാനത്തിൽ ചെന്ന് കലാശിക്കുന്നു എല്ലാ കർമ്മങ്ങളും. അവിടെ ജ്ഞാനേ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ
സർവത സംപ്ലുതോദകസ്ഥാനീയേ എന്ന് പറയുക. സർവത സംപ്ലുതോദകസ്ഥാനീയേ. അപ്പം ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഗീതയിൽ 2-ാം അധ്യായത്തിലെ വാക്യമാണ് ഓർമ്മിക്കുക. യാവാൻ അർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുകയാണ്. വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്നു. വെള്ളപ്പൊക്കമാണ്. പുണ്യനദിയില്ല, തോടില്ല, അഴുക്കുചാലില്ല, മലിനജലാശയങ്ങളില്ല. എല്ലാം ഒരൊറ്റ ജലപ്പരപ്പ്. അവിടെ ഒരാൾക്ക് എന്ത് പ്രസക്തിയാണ് കിണറിൽ, കുളത്തിൽ, തടാകത്തിലുള്ളത്? അവിടെ കിണറിൽ, കുളത്തിൽ, തടാകത്തിൽ ഒരു പ്രസക്തിയുമില്ല. എല്ലായിടും ഒരു വെള്ളം. അവിടെ ഗംഗയും യമുനയും അഴുക്കുചാലും സീവേജ് പ്ലാന്റും എല്ലാം ഒന്നായിരിക്കുക. എല്ലാം അവിടെ ഇന്നടത്ത് ആയിരുന്നു എൻ്റെ കിണറെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വെള്ളം മുക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഏകദൃഷ്ടിയാണ്. ഇതുപോലെ വാസുദേവ സർവമിതി, എല്ലാം ഏകനും അദ്വിതീയനുമായ വാസുദേവനാണെന്ന ബോധത്തിൽ മറ്റ് ദ്വന്ദ്വങ്ങളെല്ലാം അപ്രസക്തമാകുന്നു, കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് പരിമിത ജലാശയത്തിൽ, കിണർ, കുളം തുടങ്ങിയവയിൽ എത്ര താത്പര്യമുണ്ടോ, യാവാൻ അർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു, അത്രയുമാണ് സർവവേദങ്ങളിലും വൈദിക കർമ്മങ്ങളിലും. ആർക്ക്? ബ്രാഹ്മണസ്യ വിജാനതഃ, വിജ്ഞാനിയായ ബ്രാഹ്മണന്. ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് അത്രയേ വേദത്തിലും വൈദിക കർമ്മങ്ങളിലും താത്പര്യമുള്ളൂ, പ്രയോജനമുള്ളൂ, പ്രസക്തിയുള്ളൂ. ഇത് വെറുതെ പ്രസംഗിച്ചുകൊണ്ട് പ്രയോജനമില്ല. ആ സർവതസംപ്ലുതോദകമായ ജ്ഞാനം, എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലുള്ള ജ്ഞാനം, അതിനെ പ്രാപിച്ച ആൾക്കാണത്. അതിനെ വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട്, ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ എന്ന് വീണ്ടും അതിനെ പറയുന്നുണ്ട്. നിറഞ്ഞു പരന്നിരിക്കുന്ന സമുദ്രം അപൂര്യമാണമാണ്. ആ സമുദ്ര സമാനമായ, അവിടെ മറ്റെല്ലാം അപ്രസക്തമായി, എല്ലാ ദ്വന്ദ്വങ്ങളും അപ്രസക്തമായി, എല്ലാ കർമ്മങ്ങളും അപ്രസക്തമായി, പുണ്യവും പാപവും എല്ലാം പ്രസക്തമായി. ആ ഒരു ഏകാത്മദൃഷ്ടിയിലേക്ക് ഉയർന്ന് തലമാണ് സൂചിപ്പിക്കുന്നത് സർവത സംപ്ലുതോദക സ്ഥാനീയമായ ജ്ഞാനത്തിൽ പരിസമാപ്യതേ അന്തർഭവതി, ചെന്ന് ചേരുന്നു. അവിടെ എല്ലാ കർമ്മങ്ങളും അന്തർഭവിക്കുന്നു. കിണറും കുളവും എല്ലാം. ശ്രദ്ധിക്കുക. ഈ ഒരാശയത്തെ സമർത്ഥിക്കാൻ ഉപനിഷത്തിൽ നിന്നൊരു മന്ത്രം ഉദ്ധരിക്കുകയാണ്. ഒരിക്കൽ 2 അരയന്നങ്ങൾ പറക്കുകയാണ് ആകാശത്തിലൂടെ. അവരങ്ങനെ പല വർത്തമാനം പറഞ്ഞ്, നാട്ടുവർത്തമാനം പറഞ്ഞ് അങ്ങനെ പറന്നു പോകുമ്പോൾ ഒരരയന്നം മറ്റേ അരയന്നത്തോട് പറഞ്ഞു, ഇനിയൊന്ന് ശ്രദ്ധിക്കണം, കുറച്ചൊന്ന് വിട്ടു പറഞ്ഞോളൂ. നമ്മൾ പോകുന്നത് വളരെ വലിയ ധർമ്മിഷ്ഠനായ ജ്ഞാനശ്രുതിയുടെ കൊട്ടാരത്തിൻ്റെ മുകളിലൂടെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ തേജസ്, അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയുടെ തേജസ്, അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചിറക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് കുറച്ചൊന്ന് വിട്ടു പറഞ്ഞോളൂ. അപ്പോൾ മറ്റേ അരയന്നം ചോദിച്ചു, എന്ത് ജ്ഞാനശ്രുതിയുടെ തേജസ്? തേജസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല, എന്നാൽ അയാൾക്ക് ആ വണ്ടിക്കാരനായ രൈക്വൻ്റെ തേജസ്സിൻ്റെ ചെറിയൊരംശമുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയാണോ ചൂതുകളിയിൽ കൃതം എന്ന ആയത്തെ ജയിച്ച ആള് എല്ലാത്തിനെയും ജയിച്ചതാകുന്നത്,
ചൂതുകളിയിൽ കൃതം എന്ന ആയത്തെ ജയിച്ച ആള് എല്ലാത്തിനെയും ജയിച്ചതാകുന്നത്. അതുപോലെ രൈക്വൻ അറിഞ്ഞതിനെ അറിയുന്നവൻ എല്ലാത്തിനെയും ജയിക്കുന്നു. ലോകത്തിൽ എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ടോ, എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ, എന്തെല്ലാം യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഹോമങ്ങളുണ്ടോ, അതിൻ്റെ മുഴുവൻ ഫലം അവന് വന്നു ചേരുന്നു. അവനൊരു യാഗവും ചെയ്യുന്നില്ല, യജ്ഞവും ചെയ്യുന്നില്ല, പൂജയും ചെയ്യുന്നില്ല, ഹോമവും ചെയ്യുന്നില്ല. ആർക്ക്? ഈ കളിയിൽ കൃതമെന്ന ആയത്ത് ജയിച്ചവൻ മറ്റെല്ലാത്തിനെയും ജയിച്ചു. മറ്റെല്ലാം ജയിക്കേണ്ട ആവശ്യമില്ല. മറ്റെല്ലാത്തിനെയും ജയിച്ചാലേ കൃതം ജയിക്കാൻ പറ്റുമെന്നില്ല. അത് വളരെ ബുദ്ധിപൂർവങ്ങളായ നീക്കങ്ങളിലൂടെ കൃതം എന്നുള്ളതിനെ ജയിച്ചാൽ മറ്റെല്ലാം ജയിക്കപ്പെട്ടതാകും. അതുപോലെ ഈ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, ഇത് രൈക്വൻ നേടിയ ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ മറ്റെല്ലാ കർമ്മങ്ങളുടെ ഫലവും അതിൽ അന്തർഭവിക്കും, അയാൾക്ക് വന്നു ചേരും. ഇത് രൈക്വന് മാത്രമല്ല ഈ ഫലം, അയാൾ അറിഞ്ഞതിനെ അറിഞ്ഞവന് ഈ ഫലമുണ്ട്. അയാൾ അറിഞ്ഞതിനെ അറിഞ്ഞവന് ഇതേ ഫലമുണ്ട് എന്ന് ഈ അരയന്നം പറയും. ഇതാണ് ഈ സന്ദർഭം. ആ അരയന്നം പറയുന്ന വാക്യങ്ങളാണ്. രൈക്വനത് കേട്ടു, അത് വേറെ ജ്ഞാനശ്രുതി ഇത് കേട്ടു, അതിവിടെ വരുന്നില്ല. ജ്ഞാനശ്രുതി കേട്ടതോട് ജ്ഞാനശ്രുതിക്ക് ചിന്തയെ ആരായി രൈക്വൻ? ഇത്രയും വലിയ കേമനാണ്, അയാളെ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ, അയാളിന്ന് ഉപദേശം തേടണമല്ലോ. രാജാവാണ്, നാനാഭാഗത്തേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ചു, പല ഭാഗത്തേക്ക്. എവിടെ കണ്ടുപിടിക്കാൻ? അവസാനം പോയ ഒരാൾ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ, ചന്തയിൽ ഒരു വണ്ടിയുടെ അടിയിൽ ചൊറിമാന്തി ഇരിക്കുന്നുണ്ട്. അങ്ങാണോ രൈക്വൻ? അതെ, ഞാൻ തന്നെയാണ് രൈക്വൻ. ഉടനെ വിവരം അറിയിച്ചു രാജാവിന്. രാജാവ് വലിയൊരു തളികയിൽ 1000 സ്വർണ്ണ നാണയം ഒക്കെ എടുത്ത്, പുതപ്പിക്കാനുള്ള ഷോള്, അത് ഇത് എല്ലാ സാധനങ്ങളും, ബഹുമാനപൂർവ്വമുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടുപോയി എനിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ അടുത്ത് വന്ന രാജാവാണെന്ന് രൈക്വൻ അറിയാമോ? അറിയാം. തൻ്റെ മുമ്പിൽ വന്നത് മഹാരാജാവാണെന്ന് അസലായിട്ട് രൈക്വൻ അറിയാം. രൈക്വൻ പറഞ്ഞു, പോടാ ശൂദ്ര. നോക്കണേ, രാജാവ് കരഞ്ഞുകൊണ്ട് മടങ്ങി, ദുഃഖിതനായി മടങ്ങി. എന്നിട്ട് 1000 സ്വർണ്ണ നാണയം, എണ്ണമറ്റ ഗോക്കള്, അർദ്ധരാജ്യം, തൻ്റെ ആകെയുള്ള പുത്രി, ഇത്രയും കൊണ്ടുപോയി. ഇതെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, ഒന്നായിരിക്കാടെ. തത്വോപദേശം ചെയ്തു. ഇതാണ് ഭാഗം. അത് തുടരുന്നു, ഛാന്തോക്യത്തിലെ വിഷയമാണ്. അപ്പോൾ ഇവിടെ യഥാകൃതായ വിജിതായ ആധരേയാഹ സംയന്തി, കൃതം എന്ന ആയം. ആയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തായാലും പറയാമെന്ന് വെച്ചാൽ അത് തന്നെ. ഇതിൽ ഇപ്പോൾ ചതുരംഗം നമുക്കാർക്കും അറിയില്ല. നമുക്ക് ചെസ് അറിയുന്ന ഒരു കൂട്ടത്തിലുണ്ടാവും, അല്ലേ? ചൂത് നമുക്കറിയില്ലല്ലോ, ഇല്ല. അറിയുന്നവരുണ്ടോ? ഉണ്ടാവാം. അപ്പം അതിൻ്റെ ഇന്നത്തെ ഒരു അനുവർത്തനമാണ് ഈ ചെസ് കളി. അപ്പം അതിൽ പ്രത്യേകം രാജാവും രാജ്ഞിയും പുരോഹിതനും അയാളും ഇയാളും ഒക്കെ ഉണ്ട്. അപ്പം അത് ആരെ തോൽപ്പിച്ചാലാണോ മുഴുവൻ കിട്ടുക, ആരെയാ? അതാണ് ഈ കൃതം എന്ന ആയം. അവിടെ രാജാവ് പുരോഹിതൻ എന്നൊന്നും പറയില്ല, അതിൻ്റെ പേര് കൃതം എന്നാണ്. ആ കൃതമെന്ന ആയം വിജിതം ആരാലാണോ, ജയിക്കപ്പെട്ടത് ആരാലാണോ, അയാൾക്ക് അതിന് താഴെയുള്ള എല്ലാം പ്രാപ്തമാകുന്നു. ആധരേയാഹ സംയന്തി, താഴെയുള്ള എല്ലാം അയാൾക്ക് കിട്ടുന്നു. ഏവം, അതേപോലെ ഏനം, ഇവന്, ആരെ? തത്വമറിഞ്ഞവന്. ഏനം, ഇവന്
സർവം തദഭിസമേതി, അതെല്ലാം ചെന്ന് ചേരുന്നു. ലോകത്തിൽ എന്തെല്ലാം പുണ്യങ്ങളുണ്ടോ, എന്തെല്ലാം സത്കർമാചരണങ്ങളുടെ ഫലങ്ങളുണ്ടോ, അതെല്ലാം അവനെ ചെന്ന് ചേരുന്നു. അങ്ങോട്ട് അവനൊന്നിനെയും കിട്ടി അന്വേഷിച്ച് പോണില്ല. എനിക്കത് വേണം, ഇത് വേണം, എനിക്ക് സ്വർഗം വേണം, എനിക്ക് ദേവലോകം വേണം, എനിക്ക് പണം വേണം, പേര് വേണം, പ്രശസ്തി വേണം, ഇതൊന്നും പറഞ്ഞു പോണില്ല. ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് ചേരുന്നു. പേരും പ്രശസ്തിയും പണവും എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ, രാജ്യവും എല്ലാം അങ്ങോട്ട് എടുത്തോളൂ പറഞ്ഞിട്ട്. ഏതുപോലെ അപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. അപൂര്യമാണം, പരിപൂർണമായി നിറഞ്ഞിരിക്കുന്ന അചലപ്രതിഷ്ഠം, അതുകൊണ്ട് തന്നെ അചലമായിരിക്കുന്ന സമുദ്രത്തിലേക്ക് എല്ലാ നദികളും അങ്ങോട്ട് ചെന്ന് ചേരുക. ഇല്ലേ? എന്നെടുത്തോളൂ പറഞ്ഞിട്ട്. സമുദ്രം ഏതെങ്കിലും നദിയെ വരുമോ എന്ന് വിളിക്കണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്നാൽ എല്ലാ നദികളും എന്തു തിരക്കിട്ടാ ഓരോ നദി ഓടുന്നത്, ഇല്ലേ? എന്തു തിരക്കിട്ടാ ഓടുന്നത്? എന്തിനാത്? അവിടെ സമുദ്രത്തിൽ ചെന്ന് ചേരാൻ വേണ്ടിയിട്ടാ. എന്നെടുത്തോളൂ പറഞ്ഞിട്ട് ഓരോരുത്തരും പോവുക. സമുദ്രം എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് ഒരു കൂടുതലും വരുന്നില്ല, കുറവും വരുന്നില്ല. സമുദ്രത്തിൽ ആധിക്യമില്ല, ന്യൂനതയില്ല. അത് അപൂര്യമാണ്, അതേ ഭാവത്തിൽ നിൽക്കണം, ഒരു വ്യത്യാസമില്ല. ഇതേപോലെ തദ്വത്, അതേപോലെ കാമാഹ, എല്ലാ കാമങ്ങളും. ലോകത്തിൽ സാമാന്യ ലോകം, സാമാന്യ ജനങ്ങൾ എന്തിനെയൊക്കെയാണ് കാമിക്കുക? പണം വേണം, പദവി വേണം, സുന്ദരിമാർ വേണം, സുന്ദരന്മാർ വേണം, ഇങ്ങനെയൊക്കെയല്ലേ? അപ്സരസ്സുകൾ, ഗന്ധർവന്മാർ, ഇതിനൊക്കെ കാമിക്കാം. രാജ്യം വേണം, ആധിപത്യം വേണം, ആയുസ് വേണം. ഇതൊക്കെ ഉണ്ട്. ആയുസ്സില്ലാച്ചാൽ പോയില്ലേ? അപ്പം ഇങ്ങനെയുള്ള എല്ലാത്തിനെയും എന്തിനെയൊക്കെ ലോകം ആഗ്രഹിക്കുമോ അതൊക്കെ അങ്ങോട്ട് ചെന്ന് ചേരുക. എടുത്തോളൂ പറഞ്ഞു. അത് സ്വാഭാവികമാണ്. ഉപനിഷത്തിൽ യഥാകാമചാരൻ എന്ന് പറയും. യഥാകാമചാരൻ എന്താണോ സങ്കല്പിക്കുന്നത് അത് അവന് വന്നു ചേരുക. സമുദ്രാരെ ക്ഷണിക്കുന്നില്ല, എല്ലാം അവനിലേക്ക്. അതുപോലെ സർവം തദഭിസമേതി, എല്ലാം അവനെ പ്രാപിക്കുന്നു. യത് കിഞ്ച പ്രജാഹ സാധു കുർവന്തി, ഈ പ്രജകൾ നല്ല നല്ല കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഫലം മുഴുവൻ അവനെ പ്രാപിക്കുന്നു. ഇത് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ആ പ്രജകൾക്ക് കിട്ടാനുള്ള കർമ്മഫലം അവന് കിട്ടുന്നു, അതില്ല. മനസ്സിലായില്ല? ഇവിടെ ഓർമ്മ വരുന്നത് ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. ഒരു 4-5 പേര് ഇവിടെ ചിദാനന്ദ ഗുരുസ്വാമിയെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. നമ്മൾ വന്ന കൊല്ലാണ് 1990. ഇവിടെയല്ല, അന്ന് അവിടെ കുളത്തൂർ ക്ഷേത്രത്തിലാണ് താമസിക്കണം. വലിയ വിദ്യാസമ്പന്നരാണ്. അവരാരും ഇന്നില്ല. അതിൽ ഒരാളെ എന്നുള്ളൂ. ബാക്കി 4 പേരും മരിച്ചു. ഒരാൾ നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ IG ആയിട്ട് റിട്ടയർ ചെയ്താൽ, അങ്ങനത്തെ ഉയർന്ന അത്രയും വലിയ വിദ്യാസമ്പന്നരാണ്. അവരൊക്കെ എന്തിനായി വിദ്യാസമ്പന്നെന്ന് പറയണമെന്ന് പറഞ്ഞാൽ അടുത്തത് കേട്ടാൽ മനസ്സിലാവും. അവരൊക്കെ വന്നു, നമസ്കരിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞു, പരിചയപ്പെട്ടു, അത്യാവശ്യം ദക്ഷിണയൊക്കെ തന്നു. അത് കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞ് തിരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ അതിൽ തിരിച്ചു പോകും. അല്ല സ്വാമി, ഒരു സംശയമുണ്ട്. എന്താണ്? സ്വാമിനെ ഞങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ പുണ്യമൊക്കെ സ്വാമി വലിച്ചെടുത്തിട്ടുണ്ടാവുമോ? പുണ്യവും പാപവും രണ്ടും വലിച്ചെടുക്കണില്ല. നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് വ്യായാമമായി. നിങ്ങളുടെ നമസ്കരിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞോ? എന്നെ നമസ്കരിക്കുമോ? പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ നമസ്കരിച്ചു. നമസ്കരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല. ഞാനും എന്നേക്കാൾ സീനിയറായിട്ടുള്ള സ്വാമിജിയെ കണ്ട അപ്പം ഞാൻ അങ്ങോട്ട് നമസ്കരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടല്ല, അത് സമ്പ്രദായമാണ്. അതുകൊണ്ട് പുണ്യം വലിച്ചെടുക്കുക, പാപം വലിച്ചെടുക്കുക, ഇത് രണ്ടും
സംഭവിക്കുന്നില്ല. നാദത്തെ കസ്യചിത് പാപം നചൈവ സുഹൃതം വിഭു. ആരുടെ പുണ്യം എടുക്കുന്നില്ല, ആരുടെ പാപം എടുക്കുന്നില്ല ഈശ്വരൻ. പക്ഷെ ചിലരുടെ വിചാരം ഇതാ, എൻ്റെ പുണ്യം മുഴുവൻ വലിച്ചെടുത്തുള്ളൂ. അപ്പോൾ ഈ സകല പ്രജകളും ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ പുണ്യമാണോ ഇയാൾ വലിച്ചെടുക്കുന്നത്? അല്ല, അവർക്കത് കിട്ടും. ഇയാളൊന്നും ചെയ്യാതെ തന്നെ ഇയാൾക്ക് കിട്ടും. അപ്പോൾ സകല ലോകവും സകല ജനങ്ങളും എന്തെന്ത് ശ്രേഷ്ഠങ്ങളായ യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടോ, സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഫലം മുഴുവൻ ഇയാൾക്ക് ചെന്ന് അതിൻ്റെ ഫലമല്ല, അതിന് തുല്യമായ ഫലം മുഴുവൻ ഇയാൾക്ക് ചെന്ന് ചേരും. ഇയാൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇയാളൊന്നും ചെയ്യുന്നില്ല. ഇയാൾ ചൊറിയും മാന്തി വണ്ടിയുടെ അടിയിൽ ഇരിക്കുകയാണ്. ഓ, രൈക്വൻ വല്ലാത്തൊരാൾ തന്നെയല്ലേ. ഇവിടെ ഇത് രൈക്വനുള്ളതല്ല. അതാണ് യഹാ തദ്വേദ യത്സവേദ യത് സഹവേദ. യാതൊന്നിനെ അവൻ അറിയുന്നുവോ, രൈക്വൻ അറിയുന്നുവോ, യഹ യാതൊരാൾ അതിനെ അറിയുന്നുവോ അവനും അത് കിട്ടും. രൈക്വന് മാത്രമല്ല ഇത് കിട്ടുക, രൈക്വൻ അറിയുന്നതിനെ അറിഞ്ഞവനും ഇത് കിട്ടും. അതുകൊണ്ട് ആത്മജ്ഞാനിക്ക് എല്ലാ കർമ്മങ്ങളും വന്നു ചേരുന്നു. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത. ജ്ഞാനത്തിൽ എല്ലാ കർമ്മങ്ങളും അന്തർഭവിക്കും. ജ്ഞാനിക്ക് ഇല്ലാത്ത ഒന്നുമില്ല എന്നർത്ഥം. വ്യക്തമുള്ള ആശയം നോക്കൂ. അപ്പോൾ ജ്ഞാനമഹിമയാണ് പറഞ്ഞത്. കർമ്മങ്ങളെയൊക്കെ ഉപന്യസിച്ചു, സകല യജ്ഞങ്ങളെയും ശ്രേഷ്ഠമാണെന്ന് ഉപന്യസിച്ചു. അത് ചെന്ന് എത്തിയത് ജ്ഞാനത്തിലാണ്. അപ്പം നമുക്ക് ജ്ഞാനം വേണമെന്നായി. ജ്ഞാനം വേണം, കർമ്മങ്ങളൊക്കെ വേണം, അതിലൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാം ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു മനസ്സിലായി. ഇപ്പം ജ്ഞാനത്തിൻ്റെ മഹത്വം മനസ്സിലായി. ഇപ്പം ജ്ഞാനം, ജീവിതത്തിൽ ജ്ഞാനം വേണം എന്നുള്ള ഒറ്റ ചിന്തയായി. കാരണം അതാണ് എന്ത് മുക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതാണ് മോക്ഷ സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒറ്റ ഇച്ഛയുള്ളൂ, ഈ ജ്ഞാനം വേണം. അതാണ് പറഞ്ഞത് തദേതത് വിശിഷ്ടം ജ്ഞാനം തർഹി കേന പ്രാപ്യതേ. തർഹി തത് ഏതത് വിശിഷ്ടം ജ്ഞാനം തർഹി കേന പ്രാപ്യതേ ഇതി ഉച്യതേ. ഈ വിശിഷ്ടമായ ജ്ഞാനം ആരാൽ പ്രാപിക്കപ്പെടും? എങ്ങനെയപ്പോൾ ഇതിനെ പ്രാപിക്കുക? കേന മാർഗേണ, ഏത് മാർഗത്തിലൂടെയാണ് ഇതിനെ കിട്ടുക? ആരാലാണിത് പ്രാപിക്കപ്പെടുന്നത്? എല്ലാവർക്കും കിട്ടുമോ? കിട്ടാനുള്ള വഴി എന്താണ്? ജ്ഞാനമൊന്ന് തരപ്പെടുത്തണമല്ലോ. ഇത്രയും മോക്ഷഹേതുവായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഏതൊരു ജ്ഞാനത്തിൽ ചെന്ന് സമാപിക്കുമോ ആ ജ്ഞാനം ഒന്ന് തരപ്പെടുത്തണം. അതിനെന്താ വഴി? പറഞ്ഞു തരൂ എന്താണെന്ന്. ഭഗവാൻ വിചാരിച്ചാൽ ഉപദേശിച്ചൂടെ? ചോദ്യമാണ്. അപ്പോഴാ പറയണത് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. അല്ലാത്തൊരു പണിയാ ഭഗവാൻ ചെയ്യണത്. എന്നാലോചിച്ച് നോക്കൂ. ഇപ്പം ജ്ഞാനം ഉപദേശിക്കുന്ന നമ്മൾ വിചാരിച്ച് തപ്പാണ്ട് ഉപദേശിച്ചു പോയി എന്നാണ് വിചാരിച്ചത്. കാരണം എല്ലാം ജ്ഞാനത്തിലെത്തുന്നു, ജ്ഞാനത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട്. ചില പരസ്യങ്ങളൊക്കെ ഇല്ലേ, ചില പരസ്യങ്ങളിലൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ, അതിൻ്റെ മഹത്വം പറഞ്ഞ് അപ്പം കിട്ടിപ്പോയി എന്ന് വിചാരിക്കുമ്പോൾ പറയും നിങ്ങൾ ഇത്ര ഓർഡർ ചെയ്ത് മേടിച്ചോളൂ, അതിൻ്റെ QR കോഡും അതിൻ്റെ അഡ്രസ്സും പൈസയും ഒക്കെ കാണിച്ചു തരും പരസ്യം. അതുപോലെയാണ് തദ്വിദ്ധി, അതിനെ നീ മനസ്സിലാക്കിക്കോളൂ എന്നാണ് പറയണത്. തദ്വിദ്ധി, അതിനെ നീ മനസ്സിലാക്കിക്കോളൂ. അപ്പം ഭഗവാൻ പറഞ്ഞു തരില്ലേ, നീ മനസ്സിലാക്കിക്കോളൂ, വേറെ വഴിയില്ല. എങ്ങനെ മനസ്സിലാക്കണം? പ്രണിപാതേന, പ്രണിപാതം കൊണ്ട്, പ്രകർഷേണ, നീചഭാവത്തിലുള്ള പതനം. നീചഭാവം മലയാളത്തിലല്ലേ? മലയാളത്തിലുള്ള നീചഭാവമല്ല,
അത്രയും വിനയത്തോടുകൂടി, അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി നമസ്കരിക്കുന്നതിലൂടെ പ്രണിപാതേന പരിപ്രശ്നേന, പരിപ്രശ്നത്തിലൂടെ, പരിപ്രശ്നിച്ച ദേശകാലങ്ങളൊക്കെ നോക്കി വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ് പരിപ്രശ്നം. തൻ്റെ ജിജ്ഞാസയെ പ്രകടമാക്കുക. സേവയാ, സേവ കൊണ്ട്. 3 വഴിയാ പറഞ്ഞത്. 1 പ്രണിപാതം, 2 പരിപ്രശ്നം, 3 സേവ. ഈ 3നെ കൊണ്ടും നീ മനസ്സിലായിക്കോളൂ എന്നാ പറയണം. പ്രണിപാതം പരിപൂർണ നമസ്കാരമാണ്. അത് ബാഹ്യമല്ല, അത് ബാഹ്യമായി ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല. ശരീരം കൊണ്ട് ചെയ്യുന്നത് മുഴുവൻ ആ ഒരു ഭാവത്തെ നമ്മളിൽ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ശ്രദ്ധയും ഇല്ലാതെയും സമർപ്പണഭാവമില്ലാതെയും നമസ്കരിക്കാം. ഇപ്പുറത്ത് നമസ്കരിച്ച് അപ്പുറത്ത് ഫോട്ടോഗ്രാഫറെ ഏർപ്പാട് ചെയ്തിട്ട് അയാൾ ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് ശരിയായില്ല വെച്ചാൽ വീണ്ടും നമസ്കരിക്കാം, ഇല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ല, പരിപൂർണമായ സമർപ്പണ ഭാവത്തോടുകൂടി നമസ്കരിക്കുന്നു. പരിപ്രശ്നം ദേശകാലങ്ങൾക്കനുസരിച്ച് എന്ന് പറഞ്ഞത് കഥാചിത് ഏകാന്ത ഉപസ്ഥിതം പ്രഭും രാമം ലമാരാളിതപാദ പങ്കജം എന്നൊക്കെ പറഞ്ഞിട്ട് രാമഗീതയിൽ കാണിച്ചു തരുന്നുണ്ട്. വേറെ കൃത്യാന്തരങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല സംശയങ്ങൾ ചോദിക്കേണ്ടത്. ഗുരുനാഥൻ തിരക്കിട്ട് എന്തോ ഒരു പണി ചെയ്യുക, എനിക്ക് ഒരു സംശയമുണ്ട്, അതെന്താണ്? തത്വമസി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ ഏകാന്തത്തിൽ മറ്റ് വ്യാപാരത്തിലല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചോദിക്കാവുന്ന സമയം നോക്കിയിട്ട് വേണം ചോദിക്കാൻ, അല്ലാണ്ട് എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. സമയവും സാഹചര്യമൊക്കെ നോക്കിയിട്ട് വേണം ചോദിക്കാൻ, അല്ലേ? അല്ലാണ്ട് ചോദിക്കാൻ പറ്റില്ല. അതും തൻ്റെ ജിജ്ഞാസയെ പ്രകടമാക്കും വിധം വേണം ചോദിക്കേണ്ടത്. അപ്പോൾ പരിപ്രശ്നം നിർബന്ധമാണ്. പിന്നെ സേവ, ഗുരുസേവ. ഇപ്പം സേവ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ഗുരുനാഥൻ സേവ കണ്ടിട്ട് സന്തോഷിക്കുകയല്ല ചെയ്യണത്. മറിച്ച് ഗുരുസേവ ചെയ്യുമ്പോൾ നമ്മുടെ അന്ധഃകരണം കൂടുതൽ കൂടുതൽ വിനയാന്വിതവും ശുദ്ധവും പാത്രത്വമുള്ളതുമാകും. അങ്ങനെ പാത്രത്വമുള്ളതാകുമ്പോൾ ഉൾക്കൊള്ളാനുള്ള ക്ഷമത നമുക്ക് വളരും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ പ്രണിപാതം കൊണ്ടും പരിപ്രശ്നം കൊണ്ടും സേവ കൊണ്ടും നീ മനസ്സിലായിക്കോളൂ എന്നാ പറയണം. പോയിക്കോളൂ. ഇങ്ങനെയൊക്കെ ആയാൽ തേ ഉപദേക്ഷ്യന്തി ജ്ഞാനം. തേ എന്നുള്ളത് 2 അർത്ഥത്തിലെടുക്കാം. ഒന്നുകിൽ തേ തത്വദർശിനഃ, ആ തത്വദർശികൾ, ജ്ഞാനിനഃ, ജ്ഞാനികൾ. ജ്ഞാനം ഉപദേക്ഷ്യന്തി, ജ്ഞാനത്തെ ഉപദേശിക്കും. അല്ലെങ്കിൽ തേ എന്നുള്ളത് നിനക്ക്, തേ നിനക്ക് ജ്ഞാനം ഉപദേശിക്കും. ഉപദേക്ഷ്യന്തി ജ്ഞാനം, ജ്ഞാനത്തെ ഉപദേശിച്ചു തരും. ആര്? ജ്ഞാനിനഃ, ജ്ഞാനികൾ, അറിഞ്ഞവർ. അപ്പോൾ അറിഞ്ഞവരൊക്കെ തത്വദർശിയാണോ? ഇക്കൊള്ളണമെന്നില്ല. ഗ്രന്ഥജ്ഞാനം ഉള്ളവരുണ്ട്, തത്വദർശികളായിട്ടുള്ളവരും ഉണ്ട്. തത്വത്തെ ദർശിച്ചവർ, തത് ശബ്ദത്തിലൂടെ പരമമായ സത്യത്തെയും പരമാത്മാവിനെയും ത്വം ശബ്ദത്തിലൂടെ ജീവനെയും അർത്ഥമാക്കുന്നു. തത്വദർശി എന്ന് പറഞ്ഞാൽ ജീവ ഈശ്വര ഐക്യജ്ഞാനമുള്ളവർ, സാക്ഷാത്കാരമുള്ളവർ, ആത്മബ്രഹ്മൈക്യ ബോധം പ്രകാശിച്ചവർ തത്വദർശികൾ. അപ്പം തത്വദർശികളായ ജ്ഞാനികൾ, ജ്ഞാനി എന്നുള്ളതിലൂടെ ശ്രോത്രിയരെയും തത്വദർശി എന്നുള്ളതിലൂടെ ബ്രഹ്മനിഷ്ഠരെയും അർത്ഥമാക്കാം. അപ്പം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുനാഥൻ നിനക്ക് തത്വോപദേശം ചെയ്യും. അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞത്. വ്യക്തമാണല്ലോ. ഇവിടെ ചില ചിന്തകൾ, സൂക്ഷ്മ ചിന്തകൾ ആവശ്യമുണ്ട്. അത് അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാം. തദ്വിദ്ധി വിജാനീഹി
യേന വിധിന പ്രാപ്തേ ഇതി ആചാര്യാൻ അഭിഗമ്യ പ്രണിപാതേന പ്രകർഷേണ നീചൈഃ പതനം പ്രണിപാതഃ ദീർഘനമസ്കാരഃ തേന കഥം ബന്ധഃ കഥം മോക്ഷഃ കാ വിദ്യ കാ ച അവിദ്യ ഇതി പരിപ്രശ്നേന സേവയാ ഗുരുശുശ്രൂഷയാ ഏവമാദിന പ്രശ്രയേണ ആവർജിതാഃ ആചാര്യാഃ ഉപദേക്ഷ്യന്തി കഥയിഷ്യന്തി തേ ജ്ഞാനം യഥോക്തവിശേഷണം ജ്ഞാനിനഃ ജ്ഞാനവന്തഃ അപി കേചിത് യഥാവത് തത്വദർശനശീലാഃ അപരേ ന അതഃ വിശിനഷ്ടി തത്വദർശിന ഇതി യേ സമ്യക് ദർശിനഃ തൈഃ ഉപദിഷ്ടം ജ്ഞാനം കാര്യക്ഷമം ഭവതി ന ഇതരദിതി ഭഗവതഃ മതം. തദ് വിദ്ധി വിജാനീഹി യേന വിധിന പ്രാപ്തേ ഇതി ആചാര്യാൻ അഭിഗമ്യ പ്രണിപാതേന പ്രകർഷേണ നീചൈഃ പതനം പ്രണിപാതഃ ദീർഘനമസ്കാരഃ തേന കഥം ബന്ധഃ കഥം മോക്ഷഃ കാ വിദ്യ കാ ച അവിദ്യ ഇതി പരിപ്രശ്നേന സേവയാ ഗുരുശുശ്രൂഷയാ ഏവമാദിന പ്രശ്രയേണ ആവർജിതാഃ ആചാര്യാഃ ഉപദേക്ഷ്യന്തി കഥയിഷ്യന്തി തേ ജ്ഞാനം യഥോക്തവിശേഷണം ജ്ഞാനിനഃ ജ്ഞാനവന്തഃ അപി കേചിത് യഥാവത് തത്വദർശനശീലാഃ അപരേ ന അതഃ വിശിനഷ്ടി തത്വദർശിനഃ ഇതി യേ സമ്യക് ദർശിനഃ തൈഃ ഉപദിഷ്ടം ജ്ഞാനം കാര്യക്ഷമം ഭവതി ന ഇതരത് ഇതി ഭഗവതഃ മതം. അപ്പോൾ തദ്വിദ്ധി വിജാനീഹി, അതിനെ നീ മനസ്സിലായിക്കോളൂ. വിദ്ധി പറ, നീ മനസ്സിലായി. നേരിട്ട് ശിഷ്യനോട് പറയുകയാണ്. അതാണ് വിദ്ധി പറയുന്നത്. നീ മനസ്സിലായിക്കോളൂ. ഏന വിധിന പ്രാപ്ത, ഏത് വിധിയാൽ ആണ് ഇത് എന്നുള്ളത് നീ മനസ്സിലായിക്കോളൂ. ആചാര്യാൻ അഭിഗമ്യ, ആചാര്യന്മാരെ പ്രാപിച്ചിട്ട്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത, അല്ലേ? വരാൻ പ്രാപ്യ നിബോധത, വരന്മാരെ ശ്രേഷ്ഠന്മാരെ പ്രാപിച്ചിട്ട് നല്ലോണം അറിഞ്ഞോളൂ എന്നാ പറയണത്. വരന്മാരെ ശ്രേഷ്ഠന്മാരെ പ്രാപിച്ചിട്ട് അറിഞ്ഞോളൂ. നിബോധത, നല്ലപോലെ അറിഞ്ഞോളൂ എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. അപ്പോൾ വരന്മാരെ ശ്രേഷ്ഠന്മാരെ പ്രാപിക്കുക മാത്രമേ ഗതിയുള്ളൂ, വേറെ ഗതിയില്ല. പക്ഷേ അങ്ങനെ പ്രാപിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എഴുന്നേൽക്കണം, ഉണരണം. ഉണരരുതിനി ഉറങ്ങിടാതെ വണ്ണം ഉണർന്നിടണം. ഇനി ഉറങ്ങാത്ത വണ്ണം ഉണരണം. നമ്മൾ ആദ്യം ഉണരരുത് എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനാ ഗുരുദേവൻ ഉപദേശിക്കണമെന്ന് വിചാരിക്കും. വിവിധങ്ങളായ ലൗകിക വൃത്തികൾ ഇനി ഉണരരുത്. ഇനി സാധ്യതയുണ്ട്, ഒരുപാട് സാധ്യതയുണ്ട്, അത് വേണ്ട, ഉണരരുത്. ഇനി ഉറങ്ങിടാതെ വണ്ണം ഉണർന്നിടണം. അറിവായി. ഇപ്പം എല്ലാവർക്കൊക്കെ അത് സാധിക്കുമോ? അതിനസാധ്യമെന്നാൽ സാധിക്കില്ല. എന്ത് ചെയ്യണം? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനുജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം. പ്രണവമുണർന്ന്, ഉള്ളിൽ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും. ഇനി ജന്മത്തെ അതിക്രമിച്ച് ലോകത്തിൽ ജീവിക്കുന്ന മഹാജനങ്ങളുണ്ട്, മുനുജന സേവ. ആ മുനുജനങ്ങളുടെ സേവയിൽ മൂർത്തി ശരീരത്തെ നിർത്തണം. ഇത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇനി ഉണരാത്ത വിധം ജീവിക്കാൻ പറ്റുമോ? നീ എവിടെയെങ്കിലും പോയി ജീവിച്ചോ? എവിടെ പോയാലും കുഴപ്പമില്ല.
എവിടെയെങ്കിലും പോയി ജീവിച്ചോളൂ. പക്ഷേ ഇനി ഉണരരുത്, ഇനി ഒരിക്കൽ കൂടി ഉറങ്ങാനിട വരരുത്, എപ്പോഴും ഉണർന്നിരിക്കണം. ഇത് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിന് അസാധ്യമെന്നാൽ ഗുരുനാഥൻ്റെ കൂടെ, മുനുജനങ്ങളുടെ കൂടെ സത്സംഗം ചെയ്തുകൊണ്ട് താമസിക്കണം. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ്. ഈ പ്രണവമുണർന്നുള്ളതിൻ്റെയൊക്കെ ആവിഷ്കാരം സുമനോഹരമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ജനനി നവരത്ന മഞ്ജരിയിൽ നമുക്ക് പറഞ്ഞു തരും. എന്നാശയം ഗതി വെറും നാദഭൂമിയിൽ അമർനാവിരാഭ പടരും ചിന്നാഭിയിൽ. അല്ലേ? ശരി. അപ്പോൾ ജ്ഞാനികൾ എങ്ങനെയുള്ള ജ്ഞാനികൾ? തത്വദർശികളായ ജ്ഞാനികൾ. അവരെ പ്രാപിക്കണം. വരാൻ പ്രാപ്യ നിബോധത. വരന്മാരെ, ശ്രേഷ്ഠന്മാരെ പ്രാപിച്ചിട്ട് നല്ലോണം മനസ്സിലായിക്കോളൂ. അവിടെയാണ് ഈ പ്രണിപാതം, പരിപ്രശ്നം, സേവ എല്ലാം വരുന്നത്. അവിടെ വരാൻ എന്ന് ശ്രേഷ്ഠന്മാരെ എന്ന് ഉപനിഷത്ത് പറഞ്ഞു. ആചാര്യാൻ അഭിഗമ്യ പ്രാപിച്ചിട്ട് പ്രണിപാതേന പ്രകർഷേണ നീചൈഹി പതനം. ഈ മലയാളത്തിലുള്ള നീചല്ലേ, അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി വർദ്ധിച്ച തോതിൽ വീണ് നമസ്കരിച്ച് ദീർഘ നമസ്കാരം എന്ന് പറയും. ദീർഘ നമസ്കാരം ചെയ്യുക ഗുരുനാഥൻ്റെ മുമ്പിൽ. അവിടെ അഹങ്കാരത്തിൻ്റെ പൂർണ്ണമായ പരിത്യാഗമാണ്, സമർപ്പണമാണ്. ശാധിമാം ത്വാ പ്രപന്നം എന്ന് അർജുനൻ പറഞ്ഞു നേരത്തെ. എന്നിട്ട് പരിപ്രശ്നം ചെയ്യണം. ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ നമുക്ക് തോന്നും, ഞാൻ തത്വജ്ഞാനം ഇച്ഛിച്ച് വന്നതാന്ന് ഇയാൾക്കറിയില്ലേ? അയാൾ ഉപദേശിക്കണ്ടേ? തത്വജ്ഞാനം ഇച്ഛിച്ച് വന്നതാണോ അല്ലയോ എന്നുള്ളതല്ല, അത് അറിയിക്കേണ്ട ബാധ്യത, പരിപ്രശ്നം ചെയ്യേണ്ട ബാധ്യത സാധകനുണ്ട്. ഇതിൻ്റെ വളരെ സുന്ദരമായൊരു ആവിഷ്കാരം ശ്രീനാരായണ ഗുരുദേവൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ ആരംഭത്തിൽ കാണാം. നിത്യാനിത്യ വിവേകതോ ഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാധി ഷട്കലസിത സ്യാന്മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹം ഇദം ജഗത് കുതഃ സ്വാമിൻ വദത്വം പ്രഭോ. അപ്പം നിത്യാനിത്യ വിവേകം കൊണ്ട് നല്ലപോലെ വൈരാഗ്യത്തെ പ്രാപിച്ച് ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം എന്നീ സമ്പത്തുകൾ കൂടി സമ്പാദിച്ച് മുക്തികാമനായി മുമുക്ഷുവായി ഈ സമ്പത്തൊക്കെ നേടി 9 സമ്പത്തും വേണം. സമ്പന്നന്മാരാണ് ഗുരുവെ പ്രാപിക്കേണ്ടത്. ദരിദ്രന്മാർക്ക് ഗുരുവെ പ്രാപിക്കാൻ കഴിയില്ല. നല്ല ചില്ലാനുള്ളവർക്കേ ഗുരുനാഥനെ പ്രാപിക്കാൻ പറ്റും. ഈ പറഞ്ഞ 9 ചില്ലാനും വേണം. വിവേകം, വൈരാഗ്യം, ശമാധിഷട്കം, മുമുക്ഷുത്വം. പശ്ചാത് അനന്തരം ബ്രഹ്മവിദുത്തമം ഉത്തമ ബ്രഹ്മജ്ഞാനിയെ ചെന്ന് പ്രാപിച്ച് എങ്ങനെ? പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരു. അതാണ് പ്രണിപാതം. പ്രണതി, നമസ്കാരം, സേവ തുടങ്ങിയവയെ കൊണ്ട് പ്രസന്നനാക്കിയിട്ട് ഇപ്പോൾ സേവ നമസ്കാരം തുടങ്ങിയവ കൊണ്ട് ഗുരു പ്രസന്നനാവും വെച്ചാൽ ഗുരു ആൾ തിരക്കിടില്ലല്ലോ. ഒരാൾ വന്ന് നമസ്കരിച്ചു, സേവ ചെയ്തു, അപ്പോൾ സന്തോഷമായി പറഞ്ഞാൽ ഗുരു ആൾ തിരക്കിടില്ലല്ലോ. അതല്ല, നമസ്കാരം, സേവ തുടങ്ങിയവ ചെയ്യുമ്പോൾ നമ്മുടെ ദൃഷ്ടിയാണ് കൂടുതൽ സ്വച്ഛമാകുന്നത്. അവിടെ നമ്മുടെ പാത്രത്വമാണ് വളരുന്നത്. അങ്ങനെ നമ്മുടെ ദൃഷ്ടി സ്വച്ഛമാകുമ്പോഴാണ് ഗുരുവിൻ്റെ കൃപ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഒരു കാരണവശാലും മനസ്സിലാവില്ല. അപ്പോഴേ സ്വതസിദ്ധമായ പ്രസന്നത തിരിച്ചറിയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഗുരുനാഥനോട് ചോദിക്കണം എന്നാണ്. എന്താ ചോദിക്കേണ്ടത്? കോഹം, ഞാനാര്?
ഒരു വലിയൊരു പ്രൊഫസറെ അടുത്ത് പോയി അല്ലെങ്കിൽ വലിയൊരു വിദ്വാൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, എന്താണ് ഞാൻ ആരാ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ പറയും, നീ അവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊരു പരിപാടി ഒപ്പിക്കാന്നുണ്ട്, മെല്ലെ ആരെങ്കിലും വിളിച്ച് എവിടെയാണോ അടുത്ത ഒരു നല്ലൊരു സൈക്യാട്രി സെൻറ്റർ ഉള്ളത് അങ്ങോട്ട് കൊടുക്കും, ഇല്ലേ? അവിടെ പോയിട്ട് നീ ആരാന്ന് ചോദിക്കാം, അതിന് വിരോധമില്ല. ഞാൻ ആരാന്ന് ചോദിക്കാൻ പറ്റില്ല. ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് നീ ആരാന്ന് ചോദിക്കണോ? വിജ്ഞാനിയായൊരു മഹാപുരുഷൻ്റെ അടുത്ത് പോയിട്ട് നീ ആരാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ മാത്രമേ ഞാൻ ആരാന്ന് ചോദിക്കാൻ പറ്റൂ. ആത്മജ്ഞാനത്തിൽ അമർന്നിരിക്കുന്നവനോട് മാത്രമേ ഞാൻ ആരാന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. മറ്റൊരാളടുത്ത് പോയിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചാൽ സംഗതി എത്ര മോശമാണെന്ന് ആലോചിച്ചു. ഈ ആത്മജ്ഞാനികളുടെ അടുത്ത് പോയിട്ട് നീ ആരാന്ന് വെറുതെ ചോദിച്ച് സമയം കളയരുത്. സ്വാമി, എനിക്ക് വലിയ കാര്യമായ സംശയം ചോദിക്കാണ്ട്. എന്താണ്? എവിടെയാ പൂർവാശ്രമം? ഇല്ലേ, അതാണ് വളരെ. അച്ഛനും അമ്മയൊക്കെ സന്യാസിമാരാണോ? ഇതൊക്കെ ചോദിക്കേണ്ടതാണോ? അപ്പൊ കോഹം, ഞാൻ ആരെന്ന് ചോദിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതാണ് പരിപ്രശ്നം. ഇത് പ്രത്യേകം പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്, പരിപ്രശ്നം ചെയ്യണം എന്നുള്ളത്. ഒരിക്കൽ കുറേ സന്യാസിമാർ കൂടി ഇരിക്കുകയാണ്, കൂട്ടത്തിൽ ബ്രഹ്മചാരിയുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മചാരി താൻ വിട്ടുവന്ന ആശ്രമത്തെ പറ്റി കുറ്റം പറയുകയാണ്. അത് പൊതുവേ ഒരു സ്വഭാവമാണല്ലോ. എവിടെയെങ്കിലും താമസിച്ച് നല്ല ശാപ്പാടൊക്കെ അടിച്ച് ഒന്ന് ഗെയിമായി പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടത്തെക്കുറിച്ച് കുറ്റം പറയും. അത് മനുഷ്യ സ്വഭാവമാണ്. അപ്പോൾ ഈ ബ്രഹ്മചാരി ആ ആശ്രമം വളരെ ദുര്യോഗമായിപ്പോയി, അവിടെ എൻ്റെ 10 കൊല്ലം വെറുതെ പോയി. അപ്പോൾ ബാക്കി സാവകാരൊക്കെ അങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഞാൻ ആ ജീവിതം നഷ്ടപ്പെടുത്തി? എന്താ ഞാൻ ചെയ്തത്? സ്റ്റാമ്പ് ഒട്ടിക്കുക, പോസ്റ്റ് ചെയ്യുക, സ്റ്റാമ്പ് ഒട്ടിക്കുക, പോസ്റ്റ് ചെയ്യുക, സ്റ്റാമ്പ് ഒട്ടിക്കുക, പോസ്റ്റ് ചെയ്യുക. ഇത് മാത്രമാണ് ഞാൻ 10 കൊല്ലം ചെയ്തത്. ഇതിനവിടെ പോകണോ? വേറൊരു പണിയില്ല, എന്ത് സ്റ്റാമ്പ് ഒട്ടിക്കുക. അപ്പോൾ ഇയാളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്നുണ്ട് മറ്റ് സായിമാർ. തമാശയ്ക്കാണ്, ആരും ഒരു ദോഷം വിചാരിച്ചിട്ടൊന്നുമല്ല. അതിന് നേരം പോക്ക്, പരദൂഷണം കേൾക്കാനൊരു സുഖമാണല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നമ്മൾ അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ചെന്നതെന്ന് അവിടുത്തെ ഗുരുനാഥനോട് ചോദിച്ചിരുന്നോ? അതെന്തിനാണ് ഞാൻ ചോദിക്കണത്? അവർക്കറിയില്ലേ ഞാൻ എന്തിനാ ചെന്നത്? അതെങ്ങനെയാണ്? അപ്പോൾ ഈ ശ്ലോകം ചൊല്ലിക്കൊടുത്തു, ഈ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ പൃച്ഛേദ് കോഹമിതം. ചോദിക്കണം തന്നെയാണ്, ഞാൻ ആരെന്ന് ചോദിക്കണം. അല്ലാതെ ചോദിക്കണ വരെ നിനക്ക് ഈ പണി തരും. ഇത് എന്താണോ പണി അത് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യനാണെങ്കിൽ അടുത്തതിലേക്ക് പ്രവേശിപ്പിക്കും. അല്ലാണ്ട് അങ്ങനെയാണ് മഹാന്മാരൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. എല്ലാ മഹാന്മാരും ഉരുത്തിരിഞ്ഞ് വന്നത് അങ്ങനെയാണ്. അപ്പോൾ പരിപ്രശ്നം, അതെന്താ പരിപ്രശ്നം? കഥം മോക്ഷ, കഥം ബന്ധ, എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടാവുന്നത്? എങ്ങനെയാണ് മോക്ഷം? കാ വിദ്യ, എന്താണ് വിദ്യ? കാ അവിദ്യ, എന്താണ് അവിദ്യ? ഇങ്ങനെ പരിപ്രശ്നം ചെയ്യുക. പിന്നെ ഗുരു സേവ ചെയ്യുക, ഗുരു ശുശ്രൂഷ നല്ലപോലെ സേവിക്കുക. ഏവം ആദിന പ്രശ്രയേണ ആവർജിതാഹ ആചാര്യാഹ ഉപദേക്ഷ്യന്തി. ഇങ്ങനെ ആകർഷിക്കപ്പെട്ട ആചാര്യന്മാർ നിന്നോട് ഉപദേശം ചെയ്യും. കഥയിഷ്യന്തി തേ ജ്ഞാനം യഥോക്ത വിശേഷണം. ജ്ഞാനം പറഞ്ഞ വിശേഷണത്തോടു കൂടിയ ജ്ഞാനത്തെ നിനക്ക് ഉപദേശിക്കും. ആര്? ജ്ഞാനിനഹ. ഏത് ജ്ഞാനിനഹ? തത്വദർശിനഹ. അവിടെ ഭാഷ്യകാരൻ പറയാണ്, ജ്ഞാനവന്തഃ അപി കേചിത് യഥാവത് തത്വദർശനശീലാഹ അപരേ ന. ജ്ഞാനികളായ ചിലർ തത്വദർശികളാണ്, ചിലർ അല്ല. അതായത് പുസ്തകത്തിലൂടെ ജ്ഞാനികളായി ശ്രോത്രിയന്മാരായിരിക്കുന്നവരാണ്. ശ്രോത്രിയന്മാരെല്ലാവരും ബ്രഹ്മനിഷ്ഠന്മാരല്ല, എന്നാൽ ബ്രഹ്മനിഷ്ഠന്മാരായ ശ്രോത്രിയന്മാരുമുണ്ട്. അങ്ങനെയുള്ള ഗുരുനാഥന്മാർ തത്വദർശികളായ ജ്ഞാനികൾ. തത്വദർശി എന്ന് പറഞ്ഞാൽ തത് ത്വം തത്വം, തത്വം ദർശിനും ദ്രഷ്ടും ശീലം, ദർശയിതും ശീലം എന്ന് വേണമെങ്കിൽ പറയാം. അതവിടെ നിൽക്കട്ടെ. ദ്രഷ്ടും ശീലം യേഷാം തേ തത്വദർശിന. അപ്പോൾ തത്വത്തെ, ആത്മബ്രഹ്മൈക്യത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ളവരാണ് തത്വദർശികൾ.
അങ്ങനെയുള്ളവർ നിനക്ക് ഉപദേശിക്കും എന്ന്. യേ സമ്യക് ദർശിനഃ തൈഹി ഉപദിഷ്ടം ജ്ഞാനം കാര്യക്ഷമം ഭവതി നൈതരത്. സമ്യക് ദർശികളായ തത്വദർശികളാൽ ഉപദേശിക്കപ്പെട്ടാൽ മാത്രമേ ജ്ഞാനം കാര്യക്ഷമമാവൂ, അല്ലാച്ചാൽ ആവില്ല എന്ന് പ്രത്യേകം ഭാഷ്യകാരൻ്റെ ഭഗവാന്റെ അഭിപ്രായം അതാണ് എന്ന് ഭാഷ്യകാരൻ പറയുക. നരേണ അവരേണ പ്രോക്തഃ ഏഷ സുവിജ്ഞേയഃ. അവരനായ ഗുരുനാഥൻ പറഞ്ഞാൽ ഇത് നല്ലോണം മനസ്സിലാക്കണമെന്ന് ഇല്ല. അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി. അനന്യൻ പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാതിരിക്കാനും വഴിയില്ല. അങ്ങനെയുള്ള ഗുരുനാഥന്മാർ ഉപദേശിക്കുമ്പോൾ അത് കാര്യക്ഷമമാകും എന്ന് പറയുക ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് അല്പം കഴിഞ്ഞ് പഠിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓ